നിങ്ങൾക്കറിയാമോ, ദൈവവും മനുഷ്യനും നമ്മുടെ ശത്രുത്വം നീങ്ങിപ്പോകാനാണ് എല്ലാ ജാതി മത്സരം, യാഗങ്ങളും, ബലികളും, കർമ്മങ്ങളും, ആചാരങ്ങളും, വഴിപാടുകളും, തീർത്ഥാടനങ്ങളും, മലകയറ്റവും എല്ലാം ചെയ്യുന്നത് ദൈവത്തിൽ നമ്മളോട് സ്നേഹം തോന്നാനാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് അവരെ അത് കിട്ടിയതായിട്ട് നമുക്ക് ഒരു ഉറപ്പും കിട്ടുന്നില്ല. എന്നാൽ നോക്കുവിന്, മനുഷ്യനും ദൈവവും തമ്മിലുള്ള പാപത്തിന്റെ ഉപോത്ഭവമായിട്ട് ദൈവം ഒരു തിരശീല, ദൈവവും മനുഷ്യൻ നമ്മുടെ ശത്രുത്വം തിരശീലയായിട്ട് മന്ദിരത്തിൽ തൂക്കി. അത് നമുക്കെന്താണ് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു. അതേ പ്രിയപ്പെട്ട, ആ തിരശീല യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ രണ്ടായിട്ട് കീറപ്പെട്ടിട്ട് ഏത് പാപിക്കും പുരോഹിതന്മാരെ കൂടാതെ യാഗങ്ങളോ, ബലികളോ, കർമാചാരങ്ങളോ, വഴിപാടുകളോ ഇല്ലാതെ ആ യേശുക്രിസ്തുള്ള വിശ്വാസത്തിൽ സ്വർഗത്തിലേക്ക് സൗജന്യമായിട്ട് 24 മണിക്കൂറും, കൃത്യമായിരിക്കുന്ന മാസമല്ല, കൃത്യമായിട്ട് ദിവസമല്ല, 365 ദിവസവും 24 മണിക്കൂറിൽ ഏത് സമയവും നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സൗജന്യമായിട്ട് കടന്നു ചെല്ലുവാൻ ഇതാ ജീവന്റെ പുതുവഴി അവൻ ക്രൂശിൽ വെച്ച് സാധ്യമാക്കിയിരിക്കുന്നു. ആ യേശുക്രിസ്തു മരിക്കുമ്പോൾ സാത്താന്റെ അധികാരങ്ങളെ തകർത്ത് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുക്രിസ്തു തിരികെ വാങ്ങി. ആ യേശുക്രിസ്തു അടക്കപ്പെട്ടെങ്കിലും ലോകത്തിൽ ആദ്യമായിട്ട് മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. പാപസംബന്ധമായിരിക്കുന്ന മരണത്തിൽ നിന്ന് അവൻ ഇതാ ജീവന്റെ വഴിയിലേക്ക് ഉയർത്തെഴുന്നേറ്റത് വഴി ആ യേശുക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്ത് അമർന്നിരിക്കും.